ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കേ ഇന്ന് ഞാൻ 150 താഴെയുള്ള കുറേ പ്ലാൻസുകൾ ആദ്യം തന്നെ അങ്ങോട്ട് കാണിക്കട്ടെ, അതിനുശേഷം ബാക്കിയുള്ള പ്ലാൻസുകൾ കാണിക്കാം. ഒത്തിരി പേര് കുറഞ്ഞ റേറ്റിന്റെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നേരത്തെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പുതിയതായിട്ട് വന്നതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ആദ്യത്തെ ആ ഒരു ഇത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് മറ്റേ പ്ലാൻസുകൾ കാണിച്ചു പോവാം കേട്ടോ. ആദ്യത്തെ നമ്മളുടെ പുതിയ വെറൈറ്റി ഇത് വന്നിട്ടുണ്ട്, നമ്മുടെ സാൻസവേരിയ വെറൈറ്റി. ഇത് സാൻസവേരിയ ജെയ്ഡ് മാർജിനാറ്റ എന്ന് പറഞ്ഞിട്ട്, പിന്നെ സ്റ്റാർ ആൻഡ് സ്ട്രൈപ്പും എന്ന് പറഞ്ഞ പ്ലാന്റ് ഇല്ലേ, അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. രണ്ടും നമുക്ക് ഏകദേശം ഒരേ രീതി തന്നെയാണ്. സ്റ്റാർ ആൻഡ് സ്ട്രൈപ്പിന് ഉള്ളിൽ ഒരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് കൂടി മിക്സ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയാൽ മതി, ഈ ഒരു പ്ലാന്റ് നോക്കിയാൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല രസമാണ് പ്ലാന്റ്. ഇത് അധികം ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് അല്ല കേട്ടോ. ഇതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഇതെല്ലാം ഇപ്പോൾ ഞാൻ ആദ്യത്തെ സെക്ഷൻ കാണിക്കുന്നത് 150 പ്ലാന്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് അതാണ്. പിന്നെ നമ്മുടെ കോംബോ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ. നമ്മുടെ അതാ ഈ രണ്ട് പ്ലാന്റ്സിന്റെ കോംബോ ഇല്ലേ, ദാ ഈ ഒരു പ്ലാന്റും പിന്നെ അതിന്റെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ടൊർണാഡോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി, ഇത് രണ്ട് സ്റ്റോക്കിലുണ്ട്. ഇത് രണ്ടും ഹൈറ്റ് വെക്കാത്തതാണ് കേട്ടോ, അങ്ങനെ കുള്ളനായിട്ട് ഡ്വാർഫ് വെറൈറ്റിയാ. ഇത് 270 ആണ് കേട്ടോ രണ്ടിന്റെ റേറ്റ് വരുന്നത്. കോംബോ റേറ്റ് വരുന്നത് 270. പിന്നെ നമ്മുടെ സാൻസവേരിയ തന്നെ ആദ്യം കാണിച്ചു പോവാം അല്ലേ. പിന്നെ നമ്മുടെ സാൻസവേരിയയിൽ നമ്മുടെ മിക്കാഡോ സ്റ്റോക്കിലുണ്ട്, സിൽവർ മിക്കാഡോ. അതുപോലെ തന്നെ ഈ അതിൻ്റെ തന്നെ ഗ്രീൻ വെറൈറ്റി ഉണ്ടല്ലോ, സാധാരണ നമ്മൾ സെയിൽ ചെയ്യുന്നത്, ആ ഇതും സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതിൽ ഒരു പോട്ടിൽ 5 എണ്ണമായിരിക്കും, ഇതൊരു പോട്ടിൽ 3 എണ്ണമായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സിൽവർ പ്രിൻസസ്, നല്ല പ്ലാന്റുകൾ, അടിപൊളി പ്ലാന്റുകൾ, അതും ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ഇത് സ്റ്റോക്ക് തീർന്നു കാരണം ക്രിപ്റ്റാന്തസ് റൂബി റെഡ്, അത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് നിലവിൽ സ്റ്റോക്കിലുണ്ട്. ദാ ഇത് നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ, നല്ലതല്ലേ ഇത്. പെട്ടെന്ന് അങ്ങനെയൊന്നും പോവില്ല കേട്ടോ, ഇതിനധികം വേരൊന്നും. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഷൂട്ടുകളൊക്കെ വന്ന് അങ്ങനെ അത് പറിച്ച് മാറ്റി നടാം കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിച്ചോളും, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് പോകുന്ന പ്ലാന്റുകളല്ല. പിന്നെ നമ്മളുടെ ഇത് ദാരാസിങ് ഡ്രസീന വെറൈറ്റി, അതായത് ഇത് നല്ല രസമായിട്ട് വരുന്നത്. നമുക്ക് വലുതാക്കി ആയതിനു ശേഷം നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ കേട്ടോ. പിന്നെ നമ്മളുടെ ഫിലാഡുണ്ടൻ വെറൈറ്റി, ഫിലാഡുണ്ടൻ ഫ്ലോറിഡ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇത് ഈ പച്ച ഇത് കണ്ടിട്ട് നിങ്ങൾ വെറും ആ പാറ്റേൺ ഒന്നും ഇല്ലാത്ത ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളാണല്ലോ. അപ്പോൾ കൂടുതൽ ഇതിലിപ്പോൾ ഞാൻ പറയാം, 1 2 3 4 5 6 7 പ്ലാന്റുകളാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ വലുതായിക്കോളും. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിൻ്റെ ആ പാറ്റേൺ ഒന്നും വരാതെ, പാറ്റേൺ വരുമ്പോഴത്തേക്കും അതിൻ്റെ റേറ്റുകളൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാൻ ഇതിൻ്റെ തന്നെ സാമ്യമുള്ള ഇത് ഫ്ലോറിഡ ബ്യൂട്ടിയാണ്, നമ്മുടെ ഗോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേവർ വെറൈറ്റിയില്ലേ, അത് കാണിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇതെൻ്റെ കളക്ഷനിലുള്ളതാണ്. ഇതിൻ്റെ ഇലയൊക്കെ വന്നേക്ക് നോക്കി, നല്ല രസം. വയലിൻ എന്നൊക്കെ നമ്മൾ പറയും. പിന്നെ ഗോസ്റ്റ്, അതൊക്കെ സാമ്യമുള്ളതാണ് ഇതിൻ്റെയൊക്കെ. ഇതിൻ്റെ ഇല നോക്കി എന്ത് രസമാണ് നോക്കി, കണ്ട നല്ല രസമല്ലേ. ഇത് തന്നെ നമുക്ക് ഒരു പോട്ടിൽ 2 എണ്ണ വരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ അങ്ങനെ വലുതായി കഴിയുമ്പോഴത്തേക്കും നല്ല ആ പാറ്റേൺ ഒക്കെ. ഇതിൻ്റെ തന്നെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് ഇതിൻ്റെ താഴെ ഇലയ്ക്ക് ആ പാറ്റേൺ വരാത്ത. ഇത് കണ്ടോ. ഇനി പ്ലാന്റ് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് കുറച്ചും കൂടെ മെച്യൂർഡ് ആയി കഴിയുമ്പോഴാണ് ആ പാറ്റേൺ വന്നു തുടങ്ങുന്നത്. ഇതിലും ആ ഒരു പാറ്റേൺ വന്നിട്ടില്ല കണ്ടോ, കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ അവിടെ കണ്ടോ. അതിനുശേഷം പിന്നെ വരുന്ന ഇലകൾക്കാണ് ആ പാറ്റേണിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗി വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് സ്റ്റിക്കിലേക്കൊക്കെ കയറി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഭംഗി ശരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ് കാണുമ്പോൾ ആർക്കും ഒരു ആകർഷണീയത ഇല്ല ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നല്ല രസമായിട്ട് വളരും കേട്ടോ, ഇത്ര റേറ്റും കുറവാണല്ലോ. പിന്നെ ഇതിൻ്റെ ഇത് നമ്മളുടെ റിംഗ് ഓഫ് ഫയർ, ഇത് കേട്ടോ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് പ്ലാന്റ് വലുതായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി അങ്ങോട്ട് വ്യത്യാസം വരും, നമ്മൾ മനസ്സിലാവില്ലാത്ത രീതിയിലേക്ക് വരും. പിന്നെ നമ്മളുടെ ബാംബു പാം ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്, പുതിയത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ 150 താഴെയൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകൾ. ഇത് നമ്മളുടെ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസ് മിനിയേച്ചർ വെറൈറ്റിയാണ്, കോമ്പാക്റ്റിയ. അതിൻ്റെ വലുതൊക്കെ നമുക്ക് അത് ഞാൻ പിന്നെ കാണിച്ചു പോവാട്ടോ. ഇത് കോമ്പാക്റ്റിയയുടെ ചെറിയ പ്ലാന്റ്. പിന്നെ നമ്മളുടെ ഇത് വെറൈറ്റി
പെപ്രോമിയ വെറൈറ്റി, സോറി, ഫാമിലി പെപ്രോമിയ, അതിൻ്റെ ഹോപ്പ് എന്നുള്ള വെറൈറ്റി കേട്ടോ. എനിക്ക് പറഞ്ഞു തരുന്നത് ഹസ്ബൻഡാണ് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ സ്വരം മാറി കേൾക്കുമ്പോൾ നിങ്ങൾ ഇതയക്കണ്ട, കാരണം എന്നെക്കാളും കൂടുതൽ പറഞ്ഞൊക്കെ തരാനൊക്കെ ഉള്ള കഴിവുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും ചിലപ്പോൾ ബ്ലാങ്ക് ആയി പോകും വീഡിയോയുടെ മുമ്പിലേക്കും, അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് നമ്മുടെ ബ്രസീൽ കേട്ടോ, ബ്രസീൽ ഫിലഡോണ്ടൻ വെറൈറ്റി ബ്രസീൽ കേട്ടോ. അതൊക്കെ 150 താഴെ വരുന്നതാണ്. ഇത് നമ്മളുടെ നിയോൺ പോത്തോസ്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ നമ്മളുടെ പെഡിലാന്തസ് 2 വെറൈറ്റി സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമാണല്ലോ, ഒടിച്ചൊടിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ചെറം പോകാതെ പെട്ടെന്ന് തന്നെ നട്ടുപിടിപ്പിച്ചാൽ മതി. കൊക്കോപീറ്റിലും പിടിക്കും, മണ്ണിലും ഒക്കെ പിടിക്കും കേട്ടോ. ഇത് നമുക്കൊരു 10-20 എണ്ണമൊക്കെ ഒരു പോട്ടിലൊക്കെ ആക്കിയിട്ടൊക്കെ നമുക്ക് ഒരു ടേബിളിമൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഭംഗി ഓർത്ത് നോക്കിയാൽ നല്ല രസമാണ്. അപ്പോൾ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അതിൻ്റെ തന്നെ ഇത് ഗ്രീൻ വെറൈറ്റി കേട്ടോ, നാന ഗ്രീൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെഡിലാന്തസ് തിത്തിമോ, അയ്യോ പേര് വായിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ, ഒരു വായ കൊള്ളാത്ത ഒരു പേരാണ്. നാന ഗ്രീൻ, നമ്മൾ പെഡിലാന്തസ് നാന ഗ്രീൻ അല്ലെങ്കിൽ പെഡിലാന്തസ് ബാക്ക് ബോൺ എന്നൊക്കെയാണ് നമ്മൾ പറയാറ് കേട്ടോ. ഇത് ഫുള്ളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. ഇതിങ്ങനെ കേട്ടോ. അത് രണ്ടും നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ 150 ആ റേഞ്ചിലുള്ളത് കഴിഞ്ഞ് അടുത്തത് ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിച്ചു പോട്ടെ. ഹാങ്ങിങ് പ്ലാന്റ്സ് കാണിക്കാം കേട്ടോ. ഇവിടെ നിന്ന് തന്നെ കാണിക്കാം. നമ്മുടെ പെഡിലാന്തസിൻ്റെ തന്നെ ആദ്യം തന്നെ തുടങ്ങാം. പെഡിലാന്തസ് കേളി വേരിഗേറ്റഡ് നമ്മൾ ഇതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി. അതിൻ്റെ തന്നെ വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇങ്ങനെ വൈറ്റ് ഗോസ്റ്റ്. ഇത് കേട്ടോ, ഇത് കണ്ടോ, ഇത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെ ഉണ്ടോ വൈറ്റ് ഗോസ്റ്റ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് എടുത്തേക്കണവർ ഇതല്ല ഇപ്പോൾ വന്നേക്കുന്ന വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ആദ്യം നേരത്തെ കൊണ്ടുവന്നേക്കുന്നതാണ് ഈ വെറൈറ്റി. ഇതിൻ്റെ തന്നെ വൈറ്റ് ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേട്ടോ. രസമാണ് കേട്ടോ കാണാനായിട്ട്, നല്ല രസമാണ്, നല്ല കരുത്തുള്ള നല്ല പ്ലാന്റുകളാണ്. ഇങ്ങനെ കേട്ടോ. ഇത് കുറേ ഞാൻ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു എന്താ പറയുക, ഒരു പിസ്ത ഗ്രീനും ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് വരുന്നത്. നല്ല രസമാണ്. എനിക്ക് പൊതുവേ ഈ ഗ്രീനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതൽ ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ മിക്കവാറും പോവാറുണ്ട്. ഇപ്പം മനഃപൂർവ്വം കുറേ നാളുകളായിട്ട് ആ കളർ ഞാൻ സെലക്ട് ചെയ്യാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറ്. പിന്നെ നമ്മളുടെ എൻജോയ് പോത്തോസ് ഇപ്പോൾ സ്റ്റോക്കിൽ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഗ്ലോബൽ ഗ്രീൻ, നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നേക്കുന്നത്. ഇത് നോക്കിയേ, നല്ല വെയിറ്റ്, നല്ല കരുത്തുള്ള പ്ലാന്റുകളാണ്. ഇത് നോക്കി, വേര് നോക്കി, നല്ല പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. രസമാണ് കാണാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കട്ടിങ്ങിൻ്റെ പാടുകൾ ഉണ്ടാവും. അത് ഈ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് പേടിക്കേണ്ട, കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഷൂട്ടുകൾ പെട്ടെന്ന് വളർന്നോളൂ കേട്ടോ. ഇത് നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി, പെപ്രോമിയ അങ്കുലാത്ത, ഇതും സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ പ്രാവശ്യം ഇത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇത് കുറച്ച് നാളായി നമുക്ക് വന്നിട്ട്, പീസ് ലില്ലി വന്നിട്ട് കുറച്ച് നാളായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പോട്ടിൽ നിങ്ങൾക്ക് തിരിച്ച് നടാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് നടാൻ പറ്റും. അങ്ങനെയുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. മിക്കതിലും തന്നെ 2 പൂക്കൾ ഉണ്ട് കേട്ടോ. ചിലതിലൊക്കെ ഒരു പൂക്കളേ ഉള്ളൂ, പൂവുള്ളൂ. മിക്കതിലും തന്നെ 2 പൂക്കളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 250 താഴെയാണ്. അങ്ങനെയുള്ള റേറ്റാണ് വരുന്നത് കേട്ടോ. 250 ആണ് തോന്നുന്നു റേറ്റ് വരുന്നത്. പിന്നെ നമ്മളുടെ ഇത് ബ്രോക്കൺ ഹാർട്ട് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമുക്ക് നമ്മളുടെ ഇത് സ്റ്റോക്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ഡ്വാർഫ് CC പ്ലാന്റ് ഡ്വാർഫ് സ്റ്റോക്കിലുണ്ട്. ഇതും സ്റ്റോക്കിലുണ്ട് കേട്ടോ. ബ്ലാക്ക് ഇപ്പം നമുക്ക് നിലവിൽ സ്റ്റോക്കിലില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫൈക്കസ് വെറൈറ്റി, ഫൈക്കസിൻ്റെ തന്നെ മിനിയേച്ചർ കാണിച്ചായിരുന്നല്ലോ, അതിൻ്റെ തന്നെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് നേരത്തെ നമുക്ക് കഴിഞ്ഞ ആഴ്ച വന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നായിരുന്നു. ഇപ്പം അത് സ്റ്റോക്കിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതാണ് താല്പര്യമെങ്കിൽ ഇതെടുക്കാം. അതേമാതിരി തന്നെ ബോൺസായി വന്നിട്ടുണ്ട്. ഈ ഒരു പോട്ടിലുള്ളത് അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. അതും
ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇതാ ഇങ്ങനെ രണ്ടും ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ തന്നെ 3 വെറൈറ്റികൾ, 3 പോട്ട് സൈസ് നമുക്ക് നിലവിലുണ്ട്. ഇത് ബോൺസായി പോട്ടിലായിട്ടുള്ളത്, ഇത് 4-5 പോട്ടിൽ വരുന്നത്, മറ്റേത് ചെറുത് കേട്ടോ. അപ്പം അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട്. 150 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. 150 ആണ്. 150, 250, 300 അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇത് 250, ഇത് 300 കേട്ടോ. അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. കാറ്റലോഗിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതാ പീസ് ലില്ലിയുടെ കൂട്ടത്തിൽ ഒക്കെ വയ്ക്കാൻ സെറ്റ് ചെയ്യാൻ പാകത്തിന് ഫ്ലവറിങ് പ്ലാന്റ്സ് ചോദിക്കുന്നവർക്ക് ആന്തൂറിയം സ്റ്റോക്കിലുണ്ട്. ഇതും നിങ്ങൾക്ക് മാറ്റിയൊക്കെ നടാട്ടോ. കൂടുതൽ ഷൂട്ടിൻ്റെയൊക്കെയാണ്. ഇങ്ങനെ മാറ്റിയൊക്കെ നടാൻ പാകത്തിനുള്ളതാണ്. പൂക്കളുടെ എണ്ണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലത് 2, 3 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിലിപ്പോൾ 1, 2, 3, 4 പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, എന്തായാലും പൂക്കളുണ്ടാവും. പിന്നെ സിങ്കോണി വെറൈറ്റി, ഈ ഒരു വെറൈറ്റി മാത്രമാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ നിലവിലുള്ളൂ. താല്പര്യമുള്ളവർ എടുത്തോളൂ. ഇതെനിക്ക് തോന്നുന്നു 100-ൽ താഴെ റേറ്റ് വരുന്നതെന്ന് തോന്നുന്നു. 80 അങ്ങനെ എന്താണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് താല്പര്യമുള്ളവർ എടുത്തോളൂ. പിന്നെ നമ്മളുടെ ഇത് നമുക്ക് സ്റ്റോക്കിലുണ്ട്. നമ്മുടെ ഫൈക്കസ് വെറൈറ്റി തന്നെ, ഫൈക്കസ് ട്രയാങ്കുലാരിസ് വെരിഗേറ്റഡ്, അത് സ്റ്റോക്കിലുണ്ട്. നല്ല രസമാണ്. കിട്ടിയവർക്കൊക്കെ നല്ല സന്തോഷമല്ലേ. ഒരു പോട്ടിൽ 2 എണ്ണം മിനിമം ഉണ്ടാവും. 2, 3 ഒക്കെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. മാറ്റിയൊക്കെ നിങ്ങൾക്ക് നടാം. ഇത് കണ്ടോ, ഇങ്ങനെ മാറ്റിയൊക്കെ നടാം. ചെറിയൊരു പോട്ട് അടിയിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂൺഷൈൻ നല്ല സുന്ദരി കുട്ടികൾ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് നോക്കി, നല്ല വലിയ പ്ലാന്റുകളാണ് വന്നേക്കുന്നത് കേട്ടോ. രസമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്ത്. ഞാൻ അന്ന് എൻ്റെ പ്ലാന്റ് കാണിച്ച് കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് ആവശ്യമായിരുന്നു വലിയ പ്ലാന്റ്സുകൾ കൊണ്ടുവരുമെന്ന്. അപ്പോൾ വലിയ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റേറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളുടെ പെപ്രോമിയ വെറൈറ്റി തന്നെ, പെപ്രോമിയ വേറൊരു വേരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഇങ്ങനെ കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു പോട്ടിൽ 3 എണ്ണമൊക്കെയാണ് കേട്ടോ. 3ഉം അതിൻ്റെയൊക്കെ ഷൂട്ടുകളൊക്കെ ആയിട്ട് അത് എങ്ങനെയൊക്കെ ആയിട്ടായിരിക്കണം. ഒരു പ്ലാന്റ് കണ്ടോ, അങ്ങനെ 3 എണ്ണം പെപ്രോമിയയുടെ ഇത്. മണ്ണിലാണ് പ്ലാന്റുകൾ വന്നത്. അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും കേട്ടോ വിടുന്നത്. ഓരോ വെറൈറ്റികളും അങ്ങനെയാണല്ലോ, വ്യത്യാസങ്ങളുണ്ടാവും മണ്ണിലും കോക്കോപീറ്റിലൊക്കെ. പിന്നെ ഇത് നമ്മളുടെ അഗ്ലോണിമ ബ്യൂട്ടി സ്റ്റോക്കിലുണ്ട്. നിങ്ങൾക്ക് 2 ആയിട്ട് മാറ്റി നടാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു 420 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ ഇത് സെലക്ട് ചെയ്തോളൂ. കുറേ പേര് റേറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. കാറ്റലോഗ് എല്ലാവർക്കും കാണാവുന്ന രീതിയിലാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് റേറ്റ് ചിലപ്പോൾ ഇങ്ങനെ പറയുമേ കിട്ടൂല. ഞാൻ തന്നെ ആയിരിക്കുമല്ലോ റേറ്റ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇവിടെ വീഡിയോയുടെ മുമ്പിൽ നിന്ന് നമുക്ക് ഇതാകണ്ടല്ലോ, കൺഫ്യൂഷൻ ആകണ്ടല്ലോ. അപ്പോൾ കാറ്റലോഗ് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ കാറ്റലോഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് തന്നാൽ മതി കേട്ടോ. ഈ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ കാറ്റലോഗ് ഇട്ട് തന്നേക്കാം. ബാക്കിയൊക്കെ നമ്മൾ ചൈന ഡോളൊക്കെ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊക്കെ നോക്കിക്കോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. നമുക്ക് കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ടല്ലോ DTDCയിൽ റേറ്റ് പിന്നെയും കൂട്ടിയേക്കുവാണ് നമുക്ക്. അപ്പോൾ നമ്മളൊന്ന് ട്രയൽ എന്നുള്ള രീതിയിൽ പോസ്റ്റലിലൊന്ന് അയക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പോസ്റ്റലിൽ ബോംബെയൊക്കെ അയച്ചിട്ട് 3-ാമത്തെ ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒന്ന് ട്രയലായിട്ടൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അധികം നോക്കിയിട്ടില്ല. കേരളത്തിൽ വലിയ പ്രശ്നമില്ലാതെ തന്നെ പോസ്റ്റലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഓക്കെയാണ്. അപ്പോൾ ഒന്ന് ഞാൻ ട്രയൽ എന്നുള്ള രീതിയിൽ മിക്കതും തന്നെ പോസ്റ്റലിൽ അയക്കാൻ ശ്രമിക്കുക കേട്ടോ. കറക്റ്റായിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമുക്കൊന്ന് ഈ ആഴ്ച അങ്ങനെ ഒന്ന് ട്രയൽ എന്നുള്ള രീതിയിൽ നോക്കാമേ. പിന്നെ പോസ്റ്റലിൽ വേണ്ട DTDC ആണ് മതി, പ്രൊഫഷണൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.